തിങ്ക് ഹെൽത്ത്, തിങ്ക് ഫാർമസിസ്റ്റ്. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? സെപ്റ്റംബർ 25 വേൾഡ് ഫാർമസിസ്റ്റ് ഡേ. ലോകമെമ്പാടും ഇന്ന് ഫാർമസിസ്റ്റ് ഡേ ആഘോഷിക്കുമ്പോൾ ഈ വർഷത്തെ തീം തിങ്ക് ഹെൽത്ത്, തിങ്ക് ഫാർമസിസ്റ്റ്. ആസ് അനൗൺസ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ, this theme emphasizes the critical role pharmacists play in ensuring sustainable and resilient healthcare system, providing safe, accessible and cost-effective care. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ, ഫാർമസിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കൂ. FIP ബ്യൂറോ തിരഞ്ഞെടുത്ത ഈ വർഷത്തെ പ്രമേയം ലോകമെമ്പാടുമുള്ള സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന അനിവാര്യമായ പങ്കിനെ അടിവരയിടുന്നു. ഒരു ഫാർമസിസ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ, കാണുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നെടുത്ത് കൊടുക്കുക എന്നത് മാത്രമായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒരു ഫാർമസിസ്റ്റിൻ്റെ റോൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആഹാ, ഇതാരാ സരസൂടെ മോളോ? നീ എവിടെ ആയിരുന്നടി? നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ. നീ എന്നാ പഠിക്കുമായിരുന്നു? അമ്മേ, ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഇത്രയും നാളും പഠിക്കുമായിരുന്നു. ഇപ്പോൾ പുഷ്പഗിരിയിൽ ഫാർമസിസ്റ്റായിട്ട് കയറി. ആഹാ, ഫാർമറോ? പുഷ്പഗിരിയിൽ കൃഷിയൊക്കെ ഉണ്ടല്ലേ? എൻ്റെ അമ്മേ, ഫാർമർ അല്ല, ഫാർമസിസ്റ്റ്. മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? ഓ, മരുന്ന് പറക്കുവാണോ നീ? ആ, മനസ്സിലായി. എൻ്റെ അമ്മച്ചി, അങ്ങനല്ല. മോളെ വിട്ടുകള, പ്രായമുള്ള സ്ത്രീയല്ലേ, പോട്ടെ. അയ്യോ ഡോക്ടർ മോനെ, എനിക്കൊട്ടും വയ്യ. കാലൊന്നും അനക്കാനേ വയ്യ. ഫുഡാണേ കഴിക്കാനേ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ആകെപ്പാടെ 4 ചപ്പാത്തിയാ കഴിച്ചേ. അമ്മച്ചി, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസില്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്. ഇന്നാ അമ്മേ, മരുന്നെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫാർമസി കാണിച്ചാൽ മതിയേ, അവിടുന്ന് മരുന്ന് കിട്ടുവേ. ശരി ഡോക്ടർ മോനെ. അയ്യോ, ഈ ഡോക്ടർ ഇതിൽ എന്താ എഴുതിയേക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സരസോടെ മോളോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മരുന്ന് മേടിക്കാൻ വന്നതാ മോളെ. പക്ഷെ ഡോക്ടർ ഇതെന്താ മോളെ എഴുതിയേക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ അമ്മച്ചി. कौन है वो कहां से वो आया, चारों दिशाओं में तेज सा वो छाया. ദാ അമ്മച്ചി, ഇത് അമ്മച്ചിയുടെ ശ്വാസമുട്ടലിൻ്റെ മരുന്ന്. ഇത് കഴിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പും ശേഷവും ചായയും കാപ്പിയും ഒന്നും കുടിക്കല്ലേ. പിന്നെ ദേ ഈ ഗുളിക, വേദനയ്ക്കാടേ, ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിച്ചാൽ മതി. ഇതെല്ലാം ഞാനൊരു കവറിൽ എഴുതിയിട്ടുണ്ടേ. നീ കൊള്ളാമല്ലോടി. ഈ എഴുതിയേക്കുന്നതൊക്കെ നിനക്ക് മനസ്സിലായി അല്ലേ? സരസോടെ മോളങ്ങ് മിടുക്കിയായി. അതെ അമ്മച്ചി, മരുന്ന് പെറുക്കി കൊടുക്കുന്ന മാത്രമല്ല നമ്മുടെ ജോലി. ഈ മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും മരുന്നുണ്ടാക്കുന്ന മെഷീൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു ഗുളിക നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നും ഇതെല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മോളെ. സരസോടെ മോളങ്ങ് പൊളിയാ. എടാ മോളെ, സുഖമല്ലേ? അമ്മാവ, എനിക്ക് സുഖം. അമ്മാവൻ എന്നെ ഇവിടെ? ഓ മോളെ, എനിക്കങ്ങ് നല്ല തൊണ്ടവേദനയാണ്. ഇന്നാ എൻ്റെ UHID. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഡോക്ടർ എനിക്കൊരു ആൻറ്റിബയോട്ടിക് കുറിച്ചായിരുന്നു. നീ എനിക്കതൊരു 3 ദിവസത്തേക്ക് എടുത്തേര്. അയ്യോ അമ്മാവ, നമുക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല, ഡോക്ടറിനെ കാണാതെ. തരാൻ പറ്റത്തില്ലെന്നോ? നീ എന്നെ ധിക്കരിക്കാറായല്ലേ? നിന്നെയൊക്കെ ഈ കയ്യിലിട്ട് വളർത്തിയതല്ലേ ഈ അമ്മാവൻ? നീയൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ 2 മുട്ടായല്ലേ ഈ അമ്മാവൻ മേടിച്ചു തന്നത്? എന്നിട്ട് നിനക്കൊരു ആൻറ്റിബയോട്ടിക് എനിക്ക് തരാൻ പറ്റില്ലെന്നോ? വേണ്ട, ഇനി അമ്മാവൻ ഒന്നും കേൾക്കണ്ട. അമ്മാവ, അങ്ങനെയല്ല. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണെന്നറിയാവോ? അതെന്നാണ് മോളെ? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്നതാണിത്. ആൻറ്റിബയോട്ടിക്കുകൾ
ബാക്ടീരിയയെ കൊല്ലുന്നതിനും അവയുടെ വളർച്ചയെ തടയുന്നതിനും കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധ ശക്തിയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, പുതിയതായി വന്ന ആൻറ്റിബയോട്ടിക് കവറാണിത്. ഇതിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാവൻ ആദ്യം പോയി ഡോക്ടറിനെ കാണുക. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതുവാണെങ്കിൽ ഞാൻ അമ്മാവന് മരുന്ന് തരാം. ശരി മോളെ, എന്നാൽ അമ്മാവൻ പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരാം.